താരരാജാക്കന്മാരിൽ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ കൂടുതൽ സമ്പന്നൻ? സ്വത്തുവിവരങ്ങൾ ഇങ്ങനെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. ശതകോടികളുടെ സ്വത്തുക്കളുടെ ഉടമകളായ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ കൂടുതൽ സമ്പന്നൻ? കണക്കുകൾ പറയുന്നത്. മലയാള സിനിമയിൽ ഇവർക്ക് പകരം ആര് എന്ന ചോദ്യത്തെ ഇന്നും ഉത്തരം കിട്ടാത്ത നിലയിൽ നിർത്തുന്ന നടന്മാരാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും സൂപ്പർ സ്റ്റാർ മോഹൻലാലും. രണ്ടുപേരും ശതകോടികൾ കൊണ്ട് അമ്മാനമാടുന്ന താരങ്ങൾ. സിനിമയ്ക്ക് പുറമെ ആതുര സേവന രംഗങ്ങളിലും രണ്ടുപേരുടെയും പ്രവർത്തനം വ്യാപിച്ചു കിടക്കുന്നു. ലൈഫ് സ്റ്റൈലിൽ ആഡംബരം മുറ്റി നിൽക്കുന്ന കാറുകളും വീടുകളും സ്വന്തമുള്ളവരാണ് ഇവർ. താരരാജാക്കന്മാർ ആരാണ് കൂടുതൽ സമ്പന്നൻ? മമ്മൂട്ടി ഒരു സിനിമയ്ക്കായി 10 കോടി വരെ പ്രതിഫലം പറ്റുന്നുണ്ട് എന്ന് ED Now റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. പ്രമുഖ ബ്രാൻഡുകൾ പലരും മമ്മൂട്ടിയെ അവരുടെ മുഖമാക്കി മാറ്റാൻ മത്സരരംഗത്തുണ്ട്. 4 കോടി വരെയാണത്രേ ഈ മമ്മൂട്ടിയുടെ മേഖലയിലെ പ്രതിഫലം. കാറുകളുടെ കമനീയ ശേഖരം സ്വത്തുമായുള്ള മമ്മൂട്ടിക്ക് റോൾസ് റോയ്സ് ഫാൻറ്റം, റേഞ്ച് റോവർ വോഗ്, മെഴ്സഡീസ് ബെൻസ് S-ക്ലാസ് തുടങ്ങിയ കാറുകൾ സ്വന്തമായുണ്ട്. മമ്മൂക്കയ്ക്ക് കേരളത്തിലും ദുബായിലും വീടും വസ്തുക്കളുമുണ്ട്. വർഷങ്ങളായി സിനിമാ നിർമ്മാണ രംഗത്തുള്ള മമ്മൂട്ടി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി കമ്പനി എന്ന തന്റെ നിർമ്മാണ സംരംഭം ആരംഭിച്ചു. ഇതിനു കീഴിൽ ഏതാനും ചിത്രങ്ങൾ നിർമ്മിച്ച് പുറത്തിറക്കിയിരുന്നു. കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പേരിൽ മമ്മൂട്ടി ആതുരസേവന രംഗത്തും സജീവമായി തുടരുന്നു. 340 കോടിയാണ് മമ്മൂട്ടിയുടെ ആകെ മൂല്യമായി കണക്കാക്കപ്പെടുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമയിലെ വില്ലനായി തുടങ്ങി മലൈക്കോട്ടെ വാലിബൻ വരെ നീളുന്നു ഭാവങ്ങൾ മിന്നിമാറിയ മോഹൻലാൽ കഥാപാത്രങ്ങൾ. രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. 2019 ഫോബ്സ് ഇന്ത്യൻ റിപ്പോർട്ട് പ്രകാരം ആ ഒരു വർഷം മാത്രം സിനിമകളിൽ നിന്നായി മോഹൻലാൽ 64 കോടി രൂപ കൈപ്പറ്റിയത്രേ. സിനിമയ്ക്ക് പുറമെ മോഹൻലാലിന് വിവിധ ബിസിനസ് സംരംഭങ്ങളുണ്ട്. സിനിമ, TV പരസ്യങ്ങൾ, മറ്റു ബിസിനസുകൾ എന്നിവയിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രധാന വരുമാനം. ആന്റണി പെരുമ്പാവൂരുമായി ചേർന്ന ആശീർവാദ് സിനിമാസിന്റെ അമരത്തും മോഹൻലാലിന്റെ സാന്നിധ്യം പ്രകടമാണ്. മോഹൻലാലിന്റെ മാക്സ് ലാബ് സിനിമാസ് ആൻഡ് എന്റർടൈൻമെന്റ്സുമായി ഈ നിർമ്മാണ രംഗത്തിന് പങ്കാളിത്തമുണ്ട്. വിസ്മയാസ് മാക്സ് എന്ന സിനിമ പ്രീ-പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു. സംസ്ഥാനത്തെ ഒരുപറ്റം സിനിമാ തിയേറ്ററുകളുടെ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നുപോരുന്നു. റിയാലിറ്റി ഷോയായ ബിഗ് ബോസിൽ നിന്നും അദ്ദേഹം 18 കോടി രൂപ പ്രതിഫലമായി നേടുന്നുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നത്. ആഡംബര കാറുകളും നാട്ടിലും വിദേശത്തുമായുള്ള വീടുകളും വേറെ. OTT പ്ലാറ്റ്ഫോമുകൾ, ഓട്ടോമൊബൈലുകൾ, ഉപഭോക്തൃ ഇലക്ട്രോണിക്സ്, ഭക്ഷ്യോൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മോഹൻലാൽ സഹകരിച്ചു പോരുന്നു. ഇദ്ദേഹത്തിന്റെ ആകെ മൂല്യം $50 മില്യൺ അഥവാ 417 കോടി എന്നാണ് വിവരം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ.